നമസ്കാരം, ഞാൻ അമൃത് സുനിൽ. അമൃത് DG മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത ലക്ഷ്യം തേടിയുള്ള 6ാമത്തെ ഭാഗം. ജീവിത ലക്ഷ്യം തേടിയുള്ള യാത്രയിലെ കഴിഞ്ഞ 5 ഭാഗങ്ങൾ കാണാത്തവർ അതുകൂടെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോവൽ എഴുതുന്നവർക്ക് ഒരു അഭ്യാസം എന്നതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കലാകാരന്മാർക്കും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ജർമ്മൻ എഴുത്തുകാരനായ ഹെർമൻ ഹെസ് എഴുതിയ തൻ്റെ സിദ്ധാർത്ഥൻ എന്ന കഥ തൻ്റെ നോവലായ സിദ്ധാർത്ഥ എഴുതുമ്പോഴും അദ്ദേഹത്തിന് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറ്. ആ പുസ്തകമാണ് പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ വായിച്ചത്. ആദ്യത്തെ ഭാഗം പോലെ തന്നെ ശക്തമായി 2ാമത്തെ ഭാഗവും എങ്ങനെ എഴുതണമെന്നുള്ള പ്രശ്നത്തിലായി ഹെസ്. 2 വർഷത്തോളം ആദ്യ ഭാഗം പെട്ടിയിൽ തന്നെ കിടന്നു. പിന്നീടാണ് കഥ മെനഞ്ഞെടുത്ത് ഹെസ് 2ാമത്തെ ഭാഗം മനോഹരമായി പൂർത്തിയാക്കിയത്. ഇത് 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഇന്നായിരുന്നുവെങ്കിൽ ഹെർമൻ ഹെസ് എന്ന യുവാവ് ഒരു എഴുത്ത് പരിശീലിപ്പിക്കുന്ന ക്യാമ്പിൽ പോവുകയാണെന്ന് സങ്കല്പിക്കുക. അവിടെ വെച്ച് ഒരു അധ്യാപകൻ ഹെസയുടെ മാനസിക സംഘർഷത്തിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു. ഈ നോവലിന്റെ കഥയിൽ എന്തെല്ലാം സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഒരു പട്ടികയിൽ ഹെർമൻ ഹെസ് തയ്യാറാക്കും. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കാം. എഴുതി വരുമ്പോൾ നോവൽ നമ്മുടെ ജീവിതമാണെന്നും നമ്മൾ അതിലെ നായകന്മാരാണെന്നും നമുക്ക് തോന്നാം. നിങ്ങളൊരു കാട്ടിലാണെന്നും മുന്നോട്ടുള്ള വഴി അറിയാതെ നിങ്ങൾ അവിടെ നിൽക്കുകയാണെന്നും സങ്കല്പിക്കുക. എഡിസണെ പോലെ നിങ്ങൾ പല വഴികളും പരീക്ഷിച്ചു കഴിഞ്ഞു. അധ്യാപകൻ പറഞ്ഞു തന്ന അഭ്യാസം പരീക്ഷിച്ചു നോക്കുക. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഒന്നൊന്നായി എഴുതുക. അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഈ ചോദ്യം ഹെക്ടറോടും ഫ്രാൻസിസിനോടും ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ ഉത്തരം? ഞങ്ങൾ പന്ത് കളിക്കാറാവില്ല, കാരണം നമ്മൾ ചെറുപ്പമല്ല. ഞങ്ങൾ എഡ്വാർഡ് ഹോപ്പറിനെ പോലെയോ ജോർജിയെ പോലെയോ ചിത്രകാരന്മാർ ആവില്ല, കാരണം ഞങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല. ഞങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുകയോ ചൂത് കളിക്കാരോ ഓഹരി ദല്ലാളോ ആവുകയില്ല, കാരണം ഞങ്ങൾക്ക് പണം കൈവശമിരിക്കുന്നത് ഇഷ്ടമല്ല. പട്ടിക നീണ്ടുപോകും, യാത്രയ്ക്ക് നീളവും കൂടും. അത് നല്ലതാണ്, കാരണം എത്ര സാധ്യതകൾ ഇല്ലാതാകുന്നുവോ അത്രത്തോളം നമ്മൾ ഇഷ്ടത്തോട് അടുക്കുകയാണ്. അതുകൊണ്ട് ഒരു പേനയും കടലാസും എടുത്ത് എഴുതുക, എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തോട് അടുക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. ജീവിത ലക്ഷ്യം തേടിയുള്ള യാത്രയുടെ 7ാമത്തെ ഭാഗവുമായി ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.